നമസ്കാരം, ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് 8ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ 4ാമത്തെ ചാപ്റ്റർ, അതായത് കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്ററായ കെമിസ്ട്രി ഓഫ് ചേഞ്ചസ്, മാറ്റങ്ങളുടെ രസതന്ത്രം, അതിൻ്റെ കംപ്ലീറ്റ് നോട്ട്സ് നോക്കാം. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് എക്സ്പ്ലനേഷൻ ഫുൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ നോട്ട്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതുപോലെ ലെറ്റ്സ് സോൾവിങ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ 33ാമത്തെ മിനിറ്റ് വരെ നമ്മൾ നോട്ട്സാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 33ാമത്തെ മിനിറ്റ് മുതലുള്ളതാണ് ലെറ്റ്സ് സോൾവിങ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലെറ്റ്സ് സോൾവിങ് മാത്രമാണ് കാണേണ്ടതെങ്കിൽ ആ 33ാമത്തെ മിനിറ്റ് ഡയറക്റ്റ് എടുത്ത് അത് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആൾ സബ്സ്റ്റൻസസ് ഇൻ ദ യൂണിവേഴ്സ് ആർ മെയ്ഡ് ഓഫ്. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും ഡാഷ് കൊണ്ട് നിർമ്മിതമാണ്. എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ആൻസർ മാറ്റർ, അതായത് ദ്രവ്യം. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ മാറ്റർ. എന്താണ് ദ്രവ്യം? ആൻസർ, എനിത്തിങ് ദാറ്റ് ഓക്കുപ്പൈ സ്പേസ് ആൻഡ് ഹാസ് മാസ് ഈസ് കോൾഡ് മാറ്റർ. അതായത് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ ഏതിനെയും ദ്രവ്യം എന്ന് വിളിക്കുന്നു. അടുത്തത്, ഡിഫൈൻ മാസ്. എന്താണ് മാസ് എന്ന് പറഞ്ഞാൽ? മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ഇസ് ദ മെഷർ ഓഫ് ദ ക്വാണ്ടിറ്റി ഓഫ് ദ മാറ്റർ കണ്ടെയ്ൻഡ് ഇറ്റ്. ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിന്റെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിന്റെ മാസ് എന്ന് പറയുന്നത്. ഓൾ ദ മാറ്റർ പൊസസ് ടു പ്രോപ്പർട്ടീസ്. വാട്ട് ആർ ദേ? എല്ലാ വസ്തുക്കൾക്കും രണ്ട് സവിശേഷതകളുണ്ട്. അവ ഏതെല്ലാമാണ്? അപ്പോൾ ഏതൊരു മാറ്ററിനും, ഏതൊരു പദാർത്ഥത്തിനും ഏതൊക്കെയാണ് രണ്ട് പ്രോപ്പർട്ടീസ് ഉള്ളത്? മാസും ഉണ്ട്, വോളിയം ഉണ്ട്. ഈവൻ ഗ്യാസിന് പോലും, വാതകത്തിന് പോലും നമുക്ക് മാസും പറയാൻ പറ്റും, വോളിയം ഉണ്ടെന്നും പറയാൻ പറ്റും, അല്ലേ? അപ്പോൾ ഏതൊരു പദാർത്ഥത്തിനുള്ള രണ്ട് പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്? മാസ് ആൻഡ് വോളിയം. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്പേസ് ഓക്കുപ്പൈഡ് ബൈ മാറ്റർ ഈസ് ഇറ്റ്സ്. അതായത് ദ്രവ്യത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തെ അതിന്റെ ഡാഷ് എന്ന് പറയുന്നു. എന്താ പറയുന്നത്? വോളിയം. എന്താണ്? അല്ലെങ്കിൽ വ്യാപ്തം. വോളിയം അല്ലെങ്കിൽ വ്യാപ്തം. അടുത്ത ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. എയർ ഈസ് എ മാറ്റർ. വായു ഒരു ദ്രവ്യമാണ്. ഡു യു എഗ്രി വിത്ത് ദി സ്റ്റേറ്റ്മെന്റ്? നിങ്ങൾ ഈ പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടോ? വൈ? എന്തുകൊണ്ട്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഡു യു എഗ്രി വിത്ത് ദി സ്റ്റേറ്റ്മെന്റ്, അതായത് എയർ ഒരു മാറ്റർ ആണെന്നുള്ള സ്റ്റേറ്റ്മെന്റിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഉണ്ടോ? യെസ്, നമ്മൾ യോജിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? എയർ നീഡ്സ് സ്പേസ് ഫോർ ഓക്കുപ്പൈങ്. എയറിന് സ്ഥിതി ചെയ്യാൻ എന്താവശ്യമാണ്? സ്ഥലം ആവശ്യമാണ്. ആൻഡ് ഹാസ് മാസ്. അതിന് എന്തുണ്ട്? മാസ് ഉണ്ട്. സോ എയർ ഈസ് എ മാറ്റർ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എയർ എന്ന് പറയുന്നത് ഒരു മാറ്റർ ആണ്, ഒരു ദ്രവ്യമാണ് എന്ന് പറയാം. വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്, അതുപോലെ തന്നെ വായുവിന് മാസുമുണ്ട്. അതിനാൽ വായു ഒരു ദ്രവ്യമാണ്. അടുത്തത്, കംപ്ലീറ്റ് ദ ഗിവൺ ടേബിൾ വിത്ത് റെസ്പെക്ട് ടു ദ 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. പുട്ട് ടിക്ക് മാർക്ക് അപ്രോക്സിമേറ്റ്ലി. 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഏതൊക്കെയാണ്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അപ്പോൾ നോക്കിയോളൂ, ഹാസ് ഡെഫിനിറ്റ് മാസ്. മാസ് ഉണ്ടോ? സോളിഡിന് ഹാസ് ഡെഫിനിറ്റ് മാസ്. സോളിഡിനാണെങ്കിൽ മാസ് ഉണ്ട്, ഹാസ് ഡെഫിനിറ്റ് വോളിയം. ഡെഫിനിറ്റ് ആയിട്ടുള്ള വോളിയം ഉണ്ട്, ഹാസ് ഡെഫിനിറ്റ് ഷേപ്പ്. ഡെഫിനിറ്റ് ആയിട്ടുള്ള ഷേപ്പ് ഉണ്ട്. അപ്പോൾ സോളിഡിന് ഇത് മൂന്നും ഉണ്ട്. ഇനി ലിക്വിഡിനാണെങ്കിലോ ഡെഫിനിറ്റ് മാസ് ഉണ്ട്, ഡെഫിനിറ്റ് വോളിയം ഉണ്ട്, പക്ഷേ ഷേപ്പ് ഇല്ല. ഹാസ് നോട്ട് ഡെഫിനിറ്റ് ഷേപ്പ്. കാരണം എന്താണ്? അത് ഏത് പാത്രത്തിലാണോ ഇരിക്കുന്നത് അതിന്റെ ഷേപ്പ് ആയിരിക്കും ലിക്വിഡിനുള്ളത്. അടുത്തത് ഗ്യാസ്. ഗ്യാസിനാണെങ്കിലോ ഹാസ് ഡെഫിനിറ്റ് മാസ്, അല്ലെ? ഗ്യാസിന് ഡെഫിനിറ്റ് മാസ് ഉണ്ട്, പക്ഷേ ഡെഫിനിറ്റ് വോളിയം ഉണ്ടോ? ഇല്ല. ഹാസ് ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇതാണ് നമുക്കിവിടെ ഫില്ല് ചെയ്യാൻ തന്നിട്ടുള്ളത്. ടെക്സ്റ്റ് തന്നിട്ടുള്ള ടേബിളാണ്. നമ്മൾ ആ ടെക്സ്റ്റ് എക്സ്പ്ലനേഷൻ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്കിയോളൂ. ഖരത്തിന് നിശ്ചിത മാസുണ്ട്, നിശ്ചിത വ്യാപ്തമുണ്ട്, നിശ്ചിത ആകൃതിയുണ്ട്. ഇനി അടുത്തത് ദ്രാവകം. ദ്രാവകത്തിന് നിശ്ചിത മാസമുണ്ട്, നിശ്ചിത വ്യാപ്തമുണ്ട്, പക്ഷേ നിശ്ചിത ആകൃതി ഇല്ല. അടുത്ത വാതകത്തിന് നിശ്ചിത മാസുണ്ട്, പക്ഷെ നിശ്ചിത വ്യാപ്തവുമില്ല, നിശ്ചിത ആകൃതിയും ഇല്ല. ഇത് നോട്ടായിട്ടും ചോദിക്കാം, എക്സ്പ്ലെയിൻ ചെയ്യത്തക്ക വിധത്തിൽ അങ്ങനെയും ചോദിക്കാം, അല്ലാതെ ഇതേപോലെ ടിക്ക് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെയും ചോദിക്കാം. അത് കറക്റ്റായിട്ട് പഠിച്ച് എഴുതിക്കൊള്ളണം. അടുത്ത ക്വസ്റ്റിനെ, എനർജി ഓഫ് ദ പാർട്ടിക്കിൾസ് ആർ മോർ ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് മാറ്റർ. അതായത് കണികകൾ തമ്മിലുള്ള ഊർജ്ജം ഏറ്റവും കൂടുതലുള്ളത് പദാർത്ഥത്തിന്റെ ഏതവസ്ഥയിലാണ്? 3 സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഇവിടെ തന്നിട്ടുണ്ട്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഖരം, ദ്രാവകം, വാതകം. ഏതാണ് ആൻസർ? ഗേഷ്യസ് സ്റ്റേറ്റിൽ, ഗ്യാസ് എന്ന് പറയുന്ന ആ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ വാതകാവസ്ഥയിൽ. അടുത്ത ക്വസ്റ്റിനെ, വാട്ട് വാസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ച്. ഫിസിക്കൽ ചേഞ്ചും അല്ലെങ്കിൽ ഭൗതിക മാറ്റവും രാസമാറ്റവും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഇൻ ഫിസിക്കൽ ചേഞ്ച് നോ ന്യൂ സബ്സ്റ്റൻസസ് ആർ ഫോംഡ്. ഫിസിക്കൽ ചേഞ്ചിൽ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല.
ഓൺലി ദ മോളിക്കുലാർ അറേഞ്ച്മെന്റ് ചേഞ്ചസ്. അതിൻ്റെ അകത്തുള്ള മോളിക്കുലാർ അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ തന്മാത്രകളുടെ ക്രമീകരണത്തിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാകുന്നുള്ളൂ. ബട്ട് ഇൻ കെമിക്കൽ ചേഞ്ച്, പക്ഷേ കെമിക്കൽ ചേഞ്ചിൽ എ സബ്സ്റ്റൻസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു അനദർ വൺ. ഒരു പദാർത്ഥം മറ്റൊന്നായിട്ട് മാറുന്നു. എ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു പദാർത്ഥം ഈസ് കൺവേർട്ടഡ് ഇൻ ടു മാറുന്നു എന്തായിട്ട്? അനദർ വൺ, മറ്റൊരു പദാർത്ഥമായിട്ട് മാറുന്നു. ദാറ്റ് മീൻസ് ന്യൂ മോളിക്യൂൾസ് ആർ ഫോംഡ്. അതിൻ്റെ അർത്ഥം അവിടെ പുതിയ തന്മാത്രകൾ രൂപപ്പെടുന്നു എന്നുള്ളതാണ്. ഭൗതിക മാറ്റത്തിൽ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല. അതിൽ പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ക്രമീകരണം വ്യത്യാസപ്പെടുകയാണ് ചെയ്യുന്നത്. രാസമാറ്റത്തിൽ ഒരു പദാർത്ഥം പൂർണ്ണമായും മറ്റൊരു പദാർത്ഥമായി മാറുന്നു. അതായത് പുതിയ തന്മാത്രകൾ ഉണ്ടാകുന്നു. പിന്നെ ഫിസിക്കൽ ചേഞ്ചിനും കെമിക്കൽ ചേഞ്ചിനും കുറേയേറെ എക്സാമ്പിൾസ് ടെക്സ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അതിനെ ഡിവൈഡ് ചെയ്ത് 2 ടേബിളിലായിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ടെക്സ്റ്റ് എക്സ്പ്ലനേഷൻ ഉണ്ടായിരുന്ന സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ കെമിക്കൽ ചേഞ്ച്? താഴെ പറയുന്നവയിൽ കെമിക്കൽ ചേഞ്ച് ഏതാണ്? അതായത് രാസമാറ്റത്തിന് ഉദാഹരണം ഏതാണെന്നുള്ളത് 3 ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റസ്റ്റിംഗ് ഓഫ് അയൺ, ഇരുമ്പ് തുരുമ്പിക്കൽ. ഐസ് മെൽറ്റ്സ് ഇൻ ടു വാട്ടർ, ഐസ് ഉരുകി ജലമാകുന്നത്. ബേണിംഗ് ഓഫ് ഫയർവുഡ്, വിറക് കത്തുന്നത്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഏതൊക്കെയാണെന്നുള്ളത്. റസ്റ്റിംഗ് ഓഫ് അയൺ, ഇരുമ്പ് തുരുമ്പിക്കൽ ഏതാണ്? കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ ആണ്. ബേണിംഗ് ഓഫ് ഫയർവുഡ് അല്ലെങ്കിൽ വിറക് കത്തുന്നത്, അതും കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ ആണ്. ഐസ് മെൽറ്റ് ചെയ്ത് വാട്ടർ ആകുന്നത് കെമിക്കൽ ചേഞ്ച് അല്ല. അതെന്താണ്? അത് ഒരു ഫിസിക്കൽ ചേഞ്ച് ആണ്. ഇവിടെ നോക്കിയുള്ളൂ, ഫിസിക്കൽ ചേഞ്ചിനും കെമിക്കൽ ചേഞ്ചിനും കുറച്ച് എക്സാമ്പിൾസ് ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ട് ഒരു ബോക്സിൽ തന്നിട്ടില്ലേ, ആ എക്സാമ്പിൾസ് ആണ്. ഏതൊക്കെയാണ്? മെൽറ്റിംഗ് ഓഫ് വാക്സ് ഫിസിക്കൽ ചേഞ്ച് ആണ്. ഫോർമേഷൻ ഓഫ് ഐസ്, ഐസിന്റെ രൂപീകരണം, അതും ഫിസിക്കൽ ചേഞ്ച് ആണ്. അതുപോലെ തന്നെ മെൽറ്റിംഗ് ഓഫ് ഐസ് മെൽറ്റ് ആവുന്നത്, ഐസ് ഉരുകുന്നത്, അതും ഫിസിക്കൽ ചേഞ്ച് ആണ്. പിന്നെ ഡിസൊല്യൂഷൻ ഓഫ് സോൾട്ട് ഇൻ വാട്ടർ, വെള്ളത്തിൽ ഉപ്പ് കലങ്ങുന്നത് അല്ലെങ്കിൽ ഉപ്പ് ലയിക്കുന്നത്, അതും എന്താണ്? ഫിസിക്കൽ ചേഞ്ച് ആണ്. ഇനി ഭൗതിക മാറ്റം, താഴെ നോക്കിയുള്ളൂ, മെഴുകുരുകുന്നു, ജലം ഐസാകുന്നു, ഐസ് ഉരുകുന്നു, വെള്ളത്തിൽ ഉപ്പ് ലയിക്കുന്നു. ഇനി കെമിക്കൽ ചേഞ്ച് ഏതൊക്കെയാണ്? കേർഡലിംഗ് ഓഫ് മിൽക്ക്, പാല് തൈരാകുന്നു. പിന്നെ ബേണിംഗ് ഓഫ് കാൻഡിൽ, മെഴുകുതിരി കത്തുന്നു. റസ്റ്റിംഗ് ഓഫ് അയൺ എന്ന് വെച്ചാൽ ഇരുമ്പ് തുരുമ്പെടുക്കുന്നു. ബേണിംഗ് ഓഫ് ഫയർവുഡ് അത്രയേ ഉള്ളൂ. ഫയർവുഡ് ബേൺ ചെയ്യുന്നു അല്ലെങ്കിൽ വിറക് കത്തുന്നു. അപ്പോൾ ഇതൊക്കെ കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾസ് അല്ലെങ്കിൽ രാസമാറ്റത്തിന് ഉദാഹരണങ്ങളാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനെ, വിച്ച് ഈസ് ദ മോസ്റ്റ് അബണ്ടന്റ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഇൻ ദ യൂണിവേഴ്സ്? പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും അധികം കാണപ്പെടുന്നത് ഏത് അവസ്ഥയിലാണ്? നമ്മുടെ സ്റ്റാർസിലും നെബുലയിലും ഒക്കെ ഈ മാറ്റർ കാണപ്പെടുന്നത് ഈ ഒരു അവസ്ഥയിലാണ്. പിന്നെ അതുപോലെ തന്നെ ഉയർന്ന താപനിലയിൽ ഹൈ ടെമ്പറേച്ചറിലാണ് ഈ ഒരു അവസ്ഥ കാണപ്പെടുന്നത്. ഏതാണ് ആ അവസ്ഥ? അതുപോലെ തന്നെ ഫ്രീ അയണൈസ്ഡ് പാർട്ടിക്കിൾസ് ആയിട്ടാണ് കാണപ്പെടുന്നത്, അതായത് സ്വതന്ത്ര ചാർജിത കണങ്ങളായിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പാർട്ടിക്കിൾസ് സ്വതന്ത്ര ചാർജിത കണങ്ങളായിട്ട് അല്ലെങ്കിൽ ഫ്രീ അയണൈസ്ഡ് പാർട്ടിക്കിൾസ് ആയിട്ടൊക്കെ കാണപ്പെടുന്ന മാറ്ററിന്റെ സ്റ്റേറ്റ് ഓഫ് മാറ്റർ അല്ലെങ്കിൽ ദ്രവ്യത്തിന്റെ അവസ്ഥ പ്ലാസ്മാവസ്ഥ. ഏതാണ്? പ്ലാസ്മാവസ്ഥ. ഞാൻ അവിടെ പറഞ്ഞ എല്ലാം പോയിന്റ്സ് ആണ് കേട്ടോ. അപ്പം ഇപ്പോൾ മാറ്ററിന്റെ 4th സ്റ്റേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാസ്മയാണ്. അതുപോലെ സ്റ്റാർസിലും നെബുലയിലും കാണപ്പെടുന്നത് പ്ലാസ്മാവസ്ഥയിലാണ്. അതുപോലെ ഹൈ ടെമ്പറേച്ചറിലാണ് ഈ പ്ലാസ്മാവസ്ഥ കാണപ്പെടുന്നത്, അല്ലെ? ഉയർന്ന താപനിലയിലാണ് പ്ലാസ്മാവസ്ഥ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഫ്രീ അയണൈസ്ഡ് പാർട്ടിക്കിൾസ് ആയിട്ട് അല്ലെങ്കിൽ സ്വതന്ത്ര ചാർജിത കണങ്ങളായിട്ട് കാണപ്പെടുന്നതും പ്ലാസ്മാവസ്ഥയിലാണ് പാർട്ടിക്കിൾസ് ഒക്കെ കാണപ്പെടുന്നതും. ഓക്കെ, അടുത്ത ക്വസ്റ്റിന്, റൈറ്റ് അബൌട്ട് ദ ഡിസ്റ്റൻസ് ആൻഡ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്, സ്പീഡ് ഓഫ് മൂവ്മെന്റ് ആൻഡ് ദ എനർജി ഓഫ് ദ പാർട്ടിക്കിൾസ് ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് സ്റ്റേറ്റ് ഇൻ ദ ഫോളോയിങ് ടേബിൾ. അതായത് ഈ ഖരത്തിലും ദ്രാവകത്തിലും അതുപോലെ തന്നെ വാതകാവസ്ഥയിലും ഉള്ള ഈ പാർട്ടിക്കിൾസിന്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എങ്ങനെയാണ്, അവ തമ്മിലുള്ള അവയുടെ സ്പീഡ് ഓഫ് മൂവ്മെന്റ് എങ്ങനെയാണ്, ചലനവേഗത എങ്ങനെയാണ്, അതുപോലെ അവയുടെ എനർജി എങ്ങനെയാണ്, ഇതിനെയൊക്കെ കുറിച്ച് താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. നമ്മുടെ ടെക്സ്റ്റിൽ ടേബിൾ 4.3 ആണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അത് ഫില്ല് ചെയ്യണം. അപ്പൊ ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ കണികകൾ തമ്മിലുള്ള അകലം, അവ തമ്മിലുള്ള ആകർഷണ ബലം, കണികകളുടെ ചലനവേഗത, ഊർജം എന്നിവ എഴുതി താഴെയുള്ള പട്ടിക പൂർത്തിയാക്കുക. അപ്പൊ നമുക്ക് അത് ചെയ്യുക. അപ്പൊ ഇതാണ് നമ്മുടെ ടെക്സ്റ്റിലെ ടേബിൾ 4.3 എന്ന് പറയുന്നത്, പട്ടിക 4.3. ഇതിൽ റെഡിങ് കട്ട് എഴുതിയേക്കുന്നത് ഞാൻ ഫില്ല് ചെയ്തേക്കുന്നതാണ്. ബാക്കി ബ്ലാക്ക് കളറിൽ കിടക്കുന്നത് ടെക്സ്റ്റിൽ ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. നോക്കിയോളൂ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അകലം. സോളിഡിലാണെങ്കിൽ വളരെ കുറവാണ്, വെരി ലെസ്. അവിടെ പാർട്ടിക്കിൾസ് നല്ല ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഇനി ലിക്വിഡിലാണെങ്കിൽ ഹയർ ദാൻ, സോളിഡിനെക്കാട്ടിലും കൂടുതൽ. ഇനി ഗ്യാസിലാണെങ്കിലോ വെരി ഹൈ, വളരെ കൂടുതൽ.
ഇനി അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ, ആകർഷണ ബലം അതെങ്ങനെയാണ്? സോൾഡിൽ അതും വളരെ കൂടുതലാണ്. സോൾഡിൽ ഈ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ വളരെ കൂടുതലാണ്. അതുപോലെ ലിക്വിഡിലാണെങ്കിൽ ലെസ് ദാൻ സോൾഡിനെക്കാട്ടിൽ ലെസ് ആണ്. ഗ്യാസിലാണെങ്കിൽ വെരി ലെസ്, വളരെ കുറവാണ്. ഇനി സ്പീഡ് ഓഫ് മൂവ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റിന്റെ സ്പീഡ് അതെങ്ങനെയായിരിക്കും? സോൾഡിൽ വളരെ കുറവാണ്, കാരണം അവ അടുത്തടുത്ത് അല്ല ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നത്. അവ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനും കൂടുതലാണ്. അതുകൊണ്ട് ആ സോൾഡിൽ പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റിന്റെ സ്പീഡ് വളരെ കുറവാണ്. ലിക്വിഡിൽ ഹയർ ദാൻ സോളിഡിനെക്കാട്ടിലും കൂടുതലാണ്. ഇനി ഗ്യാസിലാണെങ്കിൽ വെരി ഹൈ, വളരെ കൂടുതലാണ് അവിടെ പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റിന്റെ വേഗത. അടുത്തത് എനർജി ഓഫ് ദി പാർട്ടിക്കിൾസിന്റെ എനർജി സോളിഡിൽ വെരി ലെസ്, വളരെ കുറവാണ്. ഇനി ലിക്വിഡിലാണെങ്കിലോ ഹയർ ദാൻ സോൾഡിനെക്കാട്ടിലും കൂടുതലാണ്. ഗ്യാസിലാണെങ്കിൽ വെരി ഹൈ, വളരെ കൂടുതൽ. നമുക്ക് മലയാളം മീഡിയംകാർക്കുള്ളത്, കണികകൾ തമ്മിലുള്ള അകലം ഖരത്തിൽ വളരെ കുറവ്, ദ്രാവകത്തിൽ ഖരത്തെ അപേക്ഷിച്ച് കൂടുതൽ, വാതകത്തിൽ വളരെ കൂടുതൽ. കണികകൾ തമ്മിലുള്ള ആകർഷണ ബലം ഖരത്തിൽ വളരെ കൂടുതൽ, ദ്രാവകത്തിൽ ഖരത്തെ അപേക്ഷിച്ച് കുറവ്, വാതകത്തിൽ വളരെ കുറവ്. കണികകളുടെ ചലനം വേഗത ഖരത്തിലാണെങ്കിൽ വളരെ കുറവ്, ദ്രാവകത്തിൽ ഖരത്തെ അപേക്ഷിച്ച് കൂടുതൽ, വാതകത്തിൽ വളരെ കൂടുതൽ. കണികകളുടെ ഊർജം ഖരത്തിൽ വളരെ കുറവ്, ദ്രാവകത്തിൽ ഖരത്തെ അപേക്ഷിച്ച് കൂടുതൽ, വാതകത്തിൽ വളരെ കൂടുതൽ. അപ്പോൾ ഈ ഒരു ടേബിൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. മനസ്സിലാക്കി പഠിച്ചാൽ എളുപ്പമാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റിനെ, വാട്ട് ഹാപ്പൻസ് ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ആൻഡ് ദ എനർജി ഓഫ് ദി പാർട്ടിക്കിൾസ് വെൻ ഐസ് ഈസ് ഹീറ്റഡ്? നമ്മൾ ഐസിനെ ചൂടാക്കിയാൽ ഈ കണികകൾ തമ്മിലുള്ള അകലത്തിനും കണികകളുടെ ഊർജത്തിനും എന്ത് സംഭവിക്കും? വെൻ ഐസ് ഈസ് ഹീറ്റഡ്, നമ്മൾ ഐസ് ചൂടാക്കുമ്പോൾ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇറ്റ്സ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസും ആൻഡ് ദ എനർജി ഓഫ് ദ പാർട്ടിക്കിൾസിന്റെ എനർജിയും എന്ത് ചെയ്യുന്നു? ഇൻക്രീസ്, അല്ലെ, വർദ്ധിക്കുന്നു. ഐസിനെ ചൂടാക്കിയാൽ അതിലെ കണികകൾ തമ്മിലുള്ള അകലവും കണികകളുടെ ഊർജവും വർദ്ധിക്കുന്നു. ഐസ് ചൂടാക്കിയാൽ എന്തായി മാറും? ജലമായി മാറും, അല്ലെ. ഐസ് എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റിലുള്ള സബ്സ്റ്റൻസ് ആണ്. ജലം എന്ന് പറയുന്നത് ലിക്വിഡ് സ്റ്റേറ്റിലുള്ള സബ്സ്റ്റൻസ് ആണ്. അപ്പൊ ഖരാവസ്ഥയിലുള്ള ഒരു സബ്സ്റ്റൻസിനെ ദ്രാവകാവസ്ഥയിലോട്ട് മാറും. അങ്ങനെയാണ്. അപ്പോൾ കണികകൾ തമ്മിലുള്ള പാർട്ടിക്കിൾസിന്റെ എനർജിയും പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസും വർദ്ധിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനെ, വെൻ എ ഗ്യാസ് ഈസ് കോൾഡ് എനർജി ഓഫ് മോളിക്യൂൾസ് ഡാഷ്. ഒരു വാതകത്തെ തണുപ്പിച്ചാൽ അതിലെ തന്മാത്രകളുടെ ഊർജത്തിന് എന്ത് സംഭവിക്കുന്നു? ഇവിടെ നമ്മൾ ഗ്യാസിനെ അല്ലെങ്കിൽ വാതകത്തെ എന്താ ചെയ്യുന്നത്? തണുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പം അറിയാം, നമുക്ക് നീരാവി അല്ലെങ്കിൽ വാട്ടർ വേപ്പറിനെ തണുപ്പിച്ചാൽ അത് എന്തായി മാറും? വാട്ടറായി മാറും, അല്ലേ. വാട്ടറിലുള്ള തന്മാത്രകളുടെ ഊർജം എങ്ങനെയായിരിക്കും? ഗ്യാസിനെക്കാട്ടിയും കുറവായിരിക്കും, അല്ലേ. അപ്പം എന്താണ് ഇവിടെ ആൻസർ? ഡിക്രീസസ്. എന്താണ്? ഡിക്രീസസ്, കുറയുന്നു. അടുത്തത്, വാട്ട് ഈസ് ഫേസ് ചേഞ്ച്? എന്താണ് അവസ്ഥാ പരിവർത്തനം? ആൻസർ, ചേഞ്ച് ഓഫ് എ സബ്സ്റ്റൻസ് ഫ്രം വൺ ഫിസിക്കൽ സ്റ്റേറ്റ് ടു അനദർ ഈസ് കോൾഡ് ഫേസ് ചേഞ്ച്. ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് ഒരു പദാർത്ഥം മാറുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫേസ് ചേഞ്ച് അല്ലെങ്കിൽ അവസ്ഥാ പരിവർത്തനം എന്ന് പറയുന്നത്. അടുത്തത് ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, നോക്കിയോളൂ. ഈസ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എ ഫിസിക്കൽ ചേഞ്ച് ഓർ എ കെമിക്കൽ ചേഞ്ച്? ഒരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ അവസ്ഥാ പരിവർത്തനം എന്ന് പറയുന്നത് ഫിസിക്കൽ ചേഞ്ച് ആണോ കെമിക്കൽ ചേഞ്ച് ആണോ, ഭൗതിക മാറ്റമാണോ രാസമാറ്റമാണോ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഫോം ഓഫ് എനർജി ഈസ് അബ്സോർബ്ഡ് ഓർ ലിബറേറ്റഡ് ഡ്യൂറിംഗ് ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്? ഈ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ അവസ്ഥാ പരിവർത്തനം സംഭവിക്കുമ്പോൾ വിച്ച് ഫോം ഓഫ് എനർജി ഈസ് ലിബറേറ്റഡ് ഓർ അബ്സോർബ്ഡ്? നമ്മൾ അബ്സോർബ് ചെയ്യുകയോ ലിബറേറ്റ് ചെയ്യുകയോ ചെയ്യുന്നത് ഏത് ഊർജ്ജ രൂപത്തെയാണ്, ഏത് ഫോം ഓഫ് എനർജിയാണ് നമ്മൾ അബ്സോർബ് ചെയ്യുകയോ ലിബറേറ്റ് ചെയ്യുകയോ ചെയ്യുന്നത്? അത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് ടു ദ എനർജി ഓഫ് പാർട്ടിക്കിൾസ് വെൻ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ഓർ ലിബറേറ്റഡ്? നമ്മൾ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുകയോ ലിബറേറ്റ് ചെയ്യുകയോ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുകയോ ലിബറേറ്റ് ചെയ്യുകയോ ചെയ്യുമ്പോൾ ആ പാർട്ടിക്കിൾസിന്റെ എനർജിക്ക് അല്ലെങ്കിൽ കണികകളുടെ ഊർജ്ജത്തിന് എന്ത് സംഭവിക്കും? ഇതാണ് നമ്മുടെ 3 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എഴുതാം. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് നമ്മൾ എഴുതാൻ പോവാണ് കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈസ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എ ഫിസിക്കൽ ചേഞ്ച് ഓർ എ കെമിക്കൽ ചേഞ്ച്? ഏതാണ്? ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ചേഞ്ച് ആണ് അല്ലെങ്കിൽ ഭൗതിക മാറ്റമാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് ഫോം ഓഫ് എനർജി ഈസ് അബ്സോർബ്ഡ് ഓർ ലിബറേറ്റഡ് ഡ്യൂറിംഗ് ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്? ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടക്കുമ്പോൾ ഏത് എനർജി ഫോമാണ് നമ്മൾ അബ്സോർബ് ചെയ്യുകയോ ലിബറേറ്റ് ചെയ്യുകയോ ചെയ്യുന്നത്? ഏതാണ്? ഡ്യൂറിംഗ് ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഹീറ്റ് എനർജി ഈസ് അബ്സോർബ്ഡ് ഓർ ലിബറേറ്റഡ്. അവസ്ഥാ പരിവർത്തന സമയത്ത് നമ്മൾ ഏത് എനർജിയാണ് പുറത്തുവിടുകയും സ്വീകരിക്കുകയും ചെയ്യുന്നത്? താപോർജമാണ് പുറത്തുവിടുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നത്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് ടു ദ എനർജി ഓഫ് പാർട്ടിക്കിൾസ് വെൻ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ഓർ ലിബറേറ്റഡ്?
നമ്മൾ ഹീറ്റ് അബ്സോർബ് ചെയ്യുകയോ ലിബറേറ്റ് ചെയ്യുകയോ ചെയ്യുമ്പോൾ എനർജി ഓഫ് പാർട്ടിക്കിൾസിന് എന്ത് സംഭവിക്കുന്നു? എന്താ സംഭവിക്കുന്നത്? വെൻ ഹീറ്റ് ഈസ്, 2 പ്രാവശ്യം ഹീറ്റ് എന്ന് എഴുതിയേക്കുന്നു, സോറി കേട്ടോ. വെൻ ഹീറ്റ് ഈസ്, ഒരു പ്രാവശ്യം നിങ്ങൾ എഴുതിയാൽ മതി. ഹീറ്റ് ഈസ് അബ്സോർബ്ഡ്, നമ്മൾ ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ ദ എനർജി ഓഫ് പാർട്ടിക്കിൾസ് ഇൻക്രീസസ്. ഹീറ്റിനെ അബ്സോർബ് ചെയ്യുമ്പോൾ പാർട്ടിക്കിൾസിന്റെ എനർജി എന്ത് ചെയ്യുന്നു? കൂടുന്നു. ശ്രദ്ധിക്കുക, ഐസ് ഉണ്ടല്ലോ, ഐസിനെ നമ്മൾ ചൂടാക്കുന്നു. അപ്പോൾ ഐസ് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുകയോ ലിബറേറ്റ് ചെയ്യുകയോ ചെയ്യണത്? ഹീറ്റിനെ അബ്സോർബ് ചെയ്യും അല്ലേ? അപ്പോൾ അതെന്തായി മാറും? വെള്ളമായിട്ട് മാറും അല്ലേ? അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ എനർജി കൂടോ കുറയോ? എനർജി കൂടും അല്ലേ? എന്തുകൊണ്ടാണ്? അത് സോളിഡ് സ്റ്റേറ്റിലുള്ള ഐസ് ലിക്വിഡ് സ്റ്റേറ്റിലുള്ള വെള്ളമായി മാറി. അപ്പോൾ അവിടെ എനർജി കൂടുന്നു. മനസ്സിലായോ? ഇനി വെൻ ഹീറ്റ് ഈസ് ലിബറേറ്റഡ് ദ എനർജി ഓഫ് പാർട്ടിക്കിൾസ് ഡിക്രീസസ്. ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യുമ്പോൾ, ഹീറ്റിനെ പുറത്ത് വിടുമ്പോൾ എനർജി ഓഫ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു, കുറയുന്നു. അതെങ്ങനെയാ? നമ്മൾ വെള്ളത്തിനെടുത്ത് നമ്മൾ ഫ്രീസറിൽ കൊണ്ടുവച്ചു. അപ്പോൾ വെള്ളം എന്തായി മാറും? ഐസായി മാറും. അപ്പോൾ ഈ വെള്ളത്തിലുള്ള ഹീറ്റിനെ പുറത്തോട്ട് വിട്ടിട്ടാണ് അതെന്തായി മാറുന്നത്? ഐസായി മാറുന്നത് അല്ലേ? അപ്പോൾ അവിടെ എനർജി എന്ത് ചെയ്യുന്നു? അതായത് ലിക്വിഡ് സ്റ്റേറ്റിലുള്ള, അതായത് വെള്ളം എന്ന് പറയുന്ന ഐസായി മാറുമ്പോൾ അവിടെ പാർട്ടിക്കിൾസ് തമ്മിലുള്ള എനർജി എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഓക്കെ ആണോ? നോക്കിയുള്ളൂ. താപോർജ്ജം സ്വീകരിക്കുമ്പോൾ കണികകളുടെ ഊർജം വർദ്ധിക്കുന്നു. താപോർജ്ജം പുറത്തു വിടുമ്പോൾ കണികകളുടെ ഊർജം കുറയുന്നു. അടുത്തത് ഡിഫൈൻ സബ്ലിമേഷൻ. എന്താണ് ഉൽപ്പതനം? സോളിഡ് സബ്സ്റ്റൻസസ് വെൻ ഹീറ്റഡ് ഡയറക്ട്ലി ചേഞ്ച് ഇറ്റ് ടു ഗ്യാസസ്. ദിസ് ഈസ് നോൺ ആസ് സബ്ലിമേഷൻ. അതായത് സോളിഡ് സബ്സ്റ്റൻസിനെ, ഖരവസ്തുക്കളെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ, ചൂടാക്കുമ്പോൾ അത് ഡയറക്ട്ലി ചേഞ്ച് ഇറ്റ് ടു ഗ്യാസസ്. അത് ഡയറക്റ്റ് ആയിട്ട് ലിക്വിഡ് ആവാതെ നേരെ ഗ്യാസ് ആയി മാറുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സബ്ലിമേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്ന് പറയുന്നത് ക്യാംഫർ. ക്യാംഫർ എന്ന് വെച്ചാൽ കർപ്പൂരം. പിന്നെ നാഫ്തലിൻ നമ്മുടെ പാറ്റ ഗുളിക. അപ്പോൾ എന്താണ് ഉൽപ്പതനം? ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ അവ നേരിട്ട് വാതകമായി മാറുന്നു. ഇത് ഉൽപ്പതനം എന്നറിയപ്പെടുന്നു. ഉദാഹരണം കർപ്പൂരം, നാഫ്തലീൻ. നാഫ്തലിന്റെ മറ്റൊരു പേരാണ് പാറ്റ ഗുളിക. അടുത്ത ക്വസ്റ്റ്യൻ. took a small amount of potassium permanganate crystals on a piece of tile. ഒരു പീസ് ടൈൽ എടുത്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ഈ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ക്രിസ്റ്റൽസ് നമ്മൾ ഇട്ട് കൊടുക്കുക. ആൻഡ് ആഡ് എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ഗ്ലിസറിൻ ടു ഇറ്റ്. എന്നിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ഗ്ലിസറിൻ ഒഴിക്കുക. വാട്ട് ഹാപ്പൻസ്? എന്ത് സംഭവിക്കും? ഒരു ടൈലിൽ കുറച്ച് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് പരലുകൾ എടുത്ത് അതിൽ കുറച്ച് തുള്ളി ഗ്ലിസറിൻ ചേർക്കുക. എന്താണ് സംഭവിക്കുന്നത്? സഡൻലി ദ മിക്സ്ചർ ഇഗ്നൈറ്റ്സ്. പെട്ടെന്ന് ഈ മിക്സ്ചർ എന്ന് വെച്ചാൽ ഏതൊക്കെയാ? പൊട്ടാസ്യം പെർമാഗ്നേറ്റും ഗ്ലിസറിനും കൂടെ ഉള്ള ഒരു മിക്സ്ചർ ഉണ്ടല്ലോ, അതെന്ത് ചെയ്യുന്നു? ഇഗ്നൈറ്റ് ചെയ്യുന്നു, കത്തുന്നു. പ്രൊഡ്യൂസിങ് എ പർപ്പിൾ ഫ്ലെയിം. അതിന്റെ ഭാഗമായിട്ട് അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഒരു പർപ്പിൾ കളറിലുള്ള ജ്വാല അല്ലെ, ഫ്ലെയിം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് വൈറ്റ് സ്മോക്ക്, അതോടൊപ്പം വെളുത്ത പുകയും പ്രൊഡ്യൂസ് ചെയ്യുന്നു. എ ഡാർക്ക് സബ്സ്റ്റൻസ് ഈസ് ലെഫ്റ്റ് ഓവർ. അവിടെ എന്താണ്? ഒരു ഡാർക്ക് സബ്സ്റ്റൻസ് അവശേഷിക്കുന്നു. ലെഫ്റ്റ് ഓവർ ചെയ്യുന്നു എന്ന് വെച്ചാൽ അവശേഷിക്കുന്നു, ഇരുണ്ട പദാർത്ഥം അവശേഷിക്കുന്നു. അതാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിയുള്ള അടുത്തത്. പെട്ടെന്ന് മിശ്രിതം കത്തുകയും ഒരു പർപ്പിൾ ജ്വാലയും വെളുത്ത പുകയും ഉണ്ടാകുന്നു. ഒരു ഇരുണ്ട പദാർത്ഥം അവിടെ അവശേഷിക്കുന്നു. നെക്സ്റ്റ്, വാട്ട് ആർ റിയാക്റ്റൻസ് ആൻഡ് വാട്ട് ആർ പ്രോഡക്ട്സ്? എന്താണ് അഭികാരകങ്ങൾ? എന്താണ് ഉൽപ്പന്നങ്ങൾ? The substance which take part in a chemical reaction are known as reactants. ഒരു രാസപ്രവർത്തനത്തിൽ, ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന, ടേക്ക് പാർട്ട് എന്ന് വെച്ചാൽ പങ്കെടുക്കുന്ന സബ്സ്റ്റൻസിനെ, പദാർത്ഥത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിയാക്റ്റൻസ് അല്ലെങ്കിൽ അഭികാരകങ്ങൾ എന്ന് പറയുന്നത്. ആൻഡ് ദ സബ്സ്റ്റൻസസ് ഫോംഡ് ആർ നോൺ ആസ് പ്രോഡക്ട്സ്. അപ്പോൾ ഇവ രാസപ്രവർത്തനത്തിൽ പങ്കെടുത്ത് പുതിയതായിട്ട് സബ്സ്റ്റൻസ് ഫോം ചെയ്യുമല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങൾ അഭികാരകങ്ങൾ എന്നും പുതിയതായി ഉണ്ടാകുന്ന പദാർത്ഥങ്ങൾ ഉൽപ്പന്നങ്ങൾ എന്നും അറിയപ്പെടുന്നു. അടുത്തത്, വാട്ട് ഈസ് തെർമോകെമിക്കൽ റിയാക്ഷൻ? എന്താണ് താപ രാസപ്രവർത്തനങ്ങൾ? The reactions in which heat energy is liberated or absorbed are known as thermochemical reactions. അതായത് ഒരു റിയാക്ഷനിൽ നമ്മൾ ഒരു ഹീറ്റ് എനർജി അല്ലെങ്കിൽ താപോർജ്ജത്തെ ലിബറേറ്റ് ചെയ്യുക വെച്ചാൽ റിലീസ് ചെയ്യുക അല്ലെങ്കിൽ പുറത്ത് വിടുക, ഓർ അബ്സോർബ്ഡ് എന്ന് വെച്ചാൽ ആഗിരണം ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള റിയാക്ഷൻസിനെയാണ് നമ്മൾ തെർമോകെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. താപോർജ്ജം പുറത്തുവിടുകയോ ആഗിരണം ചെയ്യുന്നതോ ആയ രാസപ്രവർത്തനങ്ങൾ പൊതുവായി താപരാസപ്രവർത്തനങ്ങൾ എന്നറിയപ്പെടുന്നു. അടുത്തത്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എൻഡോതേർമിക് റിയാക്ഷൻസ് ആൻഡ് എക്സോതേർമിക് റിയാക്ഷൻസ്?
താപാകിരണ പ്രവർത്തനവും താപമോചക പ്രവർത്തനവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം? If heat energy is absorbed in chemical reactions, such reactions are known as endothermic reactions. ഒരു കെമിക്കൽ റിയാക്ഷനിൽ നമ്മൾ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ, അല്ലെ, ഹീറ്റ് എനർജി ആഗിരണം ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള റിയാക്ഷൻസിന് നമ്മൾ എൻഡോതെർമിക് റിയാക്ഷൻസ് എന്ന് പറയുന്നു. അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ, ഹീറ്റ് എനർജിയെ അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ എൻഡോതെർമിക് റിയാക്ഷൻ. ഇഫ് ഹീറ്റ് ഈസ് ലിബറേറ്റഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ, ഒരു കെമിക്കൽ റിയാക്ഷനിൽ നമ്മൾ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുകയാണ്, അല്ലെ, ഹീറ്റിനെ പുറത്തു വിടുകയാണ്, അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള റിയാക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സോതെർമിക് റിയാക്ഷൻസ് അല്ലെങ്കിൽ താപമോചക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ എന്താണ്, രാസപ്രവർത്തനത്തിൽ താപോർജം ആഗിരണം ചെയ്യപ്പെടുന്നുവെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ താപാകിരണ പ്രവർത്തനങ്ങളെന്നും, മലയാളം മീഡിയംകാർക്ക് എളുപ്പമുണ്ട്, ആഗിരണം ചെയ്യണമെങ്കിൽ താപാകിരണ പ്രവർത്തനങ്ങൾ. ഇനി രാസപ്രവർത്തനങ്ങളിൽ താപം പുറത്തുവിടുന്നുവെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ താപമോചക പ്രവർത്തനങ്ങൾ എന്നും അറിയപ്പെടുന്നു. ഇംഗ്ലീഷുകാർ ആലോചിക്കുക, അബ്സോർബ്ഡ് ആണെങ്കിൽ എൻഡോതെർമിക്, ഇനി ലിബറേറ്റഡ് ആണെങ്കിൽ എക്സോതെർമിക്. എക്സിറ്റ് എന്ന് വെച്ചാൽ പുറത്ത് പോകുക എന്നല്ലേ, അപ്പൊ ലിബറേറ്റ് ചെയ്യുക, എക്സിറ്റ്, എക്സോതെർമിക്. ഇനി ഉള്ളിലേക്ക് വരുന്നതിന് ഇന്റേണൽ, അല്ലെ, ഇന്റേണൽ എന്ന് ആലോചിക്കുക. അപ്പൊ എൻഡോതെർമിക് എന്ന് വെച്ചാൽ ഇന്റേണൽ, അതായത് താപത്തിനെ അബ്സോർബ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. ഈ തെർമോകെമിക്കൽ റിയാക്ഷൻസിനെയാണ് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് എൻഡോതെർമിക് എന്നും എക്സോതെർമിക് എന്നും പറയുന്നത് കേട്ടോ. തെർമോകെമിക്കൽ റിയാക്ഷൻസ് ആർ ക്ലാസിഫൈഡ് ഇൻടു 2, എക്സോതെർമിക് റിയാക്ഷൻസ് ആൻഡ് എൻഡോതെർമിക് റിയാക്ഷൻസ്. അടുത്ത ക്വസ്റ്റിനെ, റൈറ്റ് എക്സാമ്പിൾസ് ഫോർ എൻഡോതെർമിക് റിയാക്ഷൻസ് ആൻഡ് എക്സോതെർമിക് റിയാക്ഷൻസ്. എക്സോതെർമിക് റിയാക്ഷൻസിനും എൻഡോതെർമിക് റിയാക്ഷൻസിനും ഉദാഹരണങ്ങൾ എഴുതാൻ, അല്ലെങ്കിൽ താപാകിരണ പ്രവർത്തനത്തിനും താപമോചക പ്രവർത്തനത്തിനും ഉദാഹരണങ്ങൾ എഴുതുക. ഫസ്റ്റ് നോക്കിയോ, എക്സോതെർമിക് റിയാക്ഷൻസിന് ഉദാഹരണം, റിയാക്ഷൻ ബിറ്റ്വീൻ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആൻഡ് ഗ്ലിസറിൻ. പൊട്ടാസ്യം പെർമാംഗനേറ്റും ഗ്ലിസറിനും തമ്മിലുള്ള റിയാക്ഷൻ. അടുത്തത് റിയാക്ഷൻ ബിറ്റ്വീൻ മഗ്നീഷ്യം ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ. ദെൻ റിയാക്ഷൻ ബിറ്റ്വീൻ ക്യുക്ക് ലൈം ആൻഡ് വാട്ടർ. ക്യുക്ക് ലൈമും വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ. റിയാക്ഷൻ ബിറ്റ്വീൻ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആൻഡ് വാട്ടർ. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡും വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ. ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഏത് ആസിഡും അതുപോലെ തന്നെ വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ, ഏതൊരു ആസിഡും വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സോതെർമിക് റിയാക്ഷൻ ആയിരിക്കും. മനസ്സിലായോ? ഏതൊരു ആസിഡും വാട്ടറുമായിട്ടുള്ള പ്രവർത്തനം എക്സോതെർമിക് റിയാക്ഷൻ ആയിരിക്കും. ഇവിടെ സൾഫ്യൂരിക് ആസിഡ് ആണ് പറഞ്ഞത്. അതേപോലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണെങ്കിലും നൈട്രിക് ആസിഡ് ആണെങ്കിലും അതിൻ്റെയൊക്കെ വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത് എക്സോതെർമിക് റിയാക്ഷന് എക്സാമ്പിൾസ് ആണ് കേട്ടോ. ഇനി എൻഡോതെർമിക് റിയാക്ഷൻസിന് എക്സാമ്പിൾ, ഡീകമ്പോസിഷൻ ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ ഡീകമ്പോസിഷൻ, വിഘടനം. റിയാക്ഷൻ ബിറ്റ്വീൻ അമോണിയം ക്ലോറൈഡ് ആൻഡ് ബേരിയം ഹൈഡ്രോക്സൈഡ്. അമോണിയം ക്ലോറൈഡും ബേരിയം ഹൈഡ്രോക്സൈഡുമായിട്ടുള്ള റിയാക്ഷൻ. ഏതൊക്കെയാണ്? അമോണിയം ക്ലോറൈഡും പിന്നെ ബേരിയം ഹൈഡ്രോക്സൈഡ് ആണ് കേട്ടോ. അടുത്തത് റിയാക്ഷൻ ഓഫ് ബേക്കിംഗ് സോഡ ആൻഡ് വിനെഗർ. ബേക്കിംഗ് സോഡയും പിന്നെ വിനെഗറുമായിട്ടുള്ള റിയാക്ഷൻ. ഡിസോൾവിങ് അമോണിയം നൈട്രേറ്റ് ഇൻ വാട്ടർ. പിന്നെ അമോണിയം നൈട്രേറ്റിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നത്. ഇതൊക്കെ ഏതിന് എക്സാമ്പിൾ ആണ്? എൻഡോതെർമിക് റിയാക്ഷന് എക്സാമ്പിൾസ് ആണ്. മലയാളം മീഡിയം. താപമോചക പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണം, പൊട്ടാസ്യം പെർമാംഗനേറ്റും ഗ്ലിസറിനും തമ്മിലുള്ള പ്രവർത്തനം, മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള പ്രവർത്തനം, അതുപോലെ നീറ്റ് കക്കയും ജലവും ആയുള്ള പ്രവർത്തനം, പിന്നെ ഗാഢ സൾഫ്യൂറിക് ആസിഡും ജലവുമായുള്ള പ്രവർത്തനം. ഇതെല്ലാം താപമോചക പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി താപാകിരണ പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണം, പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ വിഘടനം, അമോണിയം ക്ലോറൈഡും ബേരിയം ഹൈഡ്രോക്സൈഡും തമ്മിലുള്ള പ്രവർത്തനം, ബേക്കിംഗ് സോഡയും ജലവുമായുള്ള പ്രവർത്തനം, അമോണിയം നൈട്രേറ്റ് വെള്ളത്തിൽ ലയിപ്പിക്കുന്നു. ഇതെല്ലാം ഏതിന് എക്സാമ്പിൾസ് ആണ്? താപാകിരണ പ്രവർത്തനങ്ങൾക്ക് എക്സാമ്പിൾസ്. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഈസ് ഹീറ്റഡ് ഇറ്റ് ഡീകമ്പോസസ് ആൻഡ് വാട്ട് ഗ്യാസ് ഈസ് റിലീസ്ഡ്. അതായത് ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ നമ്മൾ ചൂടാക്കും, അപ്പോൾ അത് ഡീകമ്പോസ്ഡ് ആവും, അതായത് വിഘടിക്കും. അപ്പോൾ ഏത് ഗ്യാസ് ആണ് പുറത്തേക്ക് വരുന്നതെന്ന്? ആൻസർ ഓക്സിജൻ. ഓക്സിജൻ എന്ന് പറഞ്ഞ ഗ്യാസ് ആണ് പുറത്തേക്ക് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. എന്താണ് പ്രകാശ രാസപ്രവർത്തനങ്ങൾ? ദ റിയാക്ഷൻ ഇൻ വിച്ച് ലൈറ്റ് എനർജി ഈസ് അബ്സോർബ്ഡ് ഓർ ലിബറേറ്റഡ് ആർ നോൺ ആസ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ്. അതായത് പ്രകാശോർജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെ പ്രകാശ രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു. അടുത്ത ക്വസ്റ്റ്യനെ, ഫോട്ടോസിന്തസിസ് ഇസ് എ കെമിക്കൽ റിയാക്ഷൻ. വാട്ട് ആർ ദ റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ് ഓഫ് ദിസ് റിയാക്ഷൻ. പ്രകാശ സംശ്ലേഷണം എന്നത് ഒരു പ്രകാശ രാസപ്രവർത്തനമാണ്. ഈ പ്രവർത്തനത്തിലെ അഭികാരകങ്ങളും ഉൽപ്പന്നങ്ങളും ഏതെല്ലാമാണ്? റിയാക്ടൻസ് അല്ലെങ്കിൽ അഭികാരകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡും
ജലവും അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. ഇനി പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്? ഗ്ലൂക്കോസ് ആൻഡ് ഓക്സിജൻ അല്ലെങ്കിൽ ഗ്ലൂക്കോസും ഓക്സിജനുമാണ് ഉൽപ്പന്നങ്ങൾ. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ്? താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് പ്രകാശ രാസപ്രവർത്തനങ്ങൾ? 3 ഇവിടെ തന്നിട്ടുണ്ട്. ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം. രണ്ടാമത്തത് ഡീകമ്പോസിഷൻ ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്, പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ വിഘടനം. മൂന്നാമത്തത് റിയാക്ഷൻ ഓഫ് സിൽവർ നൈട്രേറ്റ് ആൻഡ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ, സിൽവർ നൈട്രേറ്റ് ലയനിയുടെയും സോഡിയം ക്ലോറൈഡ് ലയനിയും തമ്മിലുള്ള പ്രവർത്തനം. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എക്സാമ്പിൾസ്? ഒന്ന് ഫോട്ടോസിന്തസിസ്, പിന്നെ റിയാക്ഷൻ ഓഫ് സിൽവർ നൈട്രേറ്റ് ആൻഡ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. ഇത് രണ്ടുമാണ് ഏതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്? ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ പ്രകാശ രാസപ്രവർത്തനത്തിന്റെ ഉദാഹരണങ്ങൾ. ഏതൊക്കെയാണ്? പ്രകാശ സംശ്ലേഷണവും സിൽവർ നൈട്രേറ്റ് ലയനിയും സോഡിയം ക്ലോറൈഡ് ലയനിയും തമ്മിലുള്ള പ്രവർത്തനം. അപ്പോൾ ഇതാണ് ഏതിന് എക്സാമ്പിൾ? പ്രകാശ രാസപ്രവർത്തനത്തിന് ഉദാഹരണം. In photosynthesis, glucose is converted into dash and stored in different parts of the plant. പ്രകാശ സംശ്ലേഷണത്തിൽ ഗ്ലൂക്കോസിനെ ഡാഷ് ആക്കി മാറ്റി സസ്യഭാഗങ്ങളിൽ ശേഖരിക്കുന്നു. ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റിയാണ് സസ്യഭാഗങ്ങളിൽ ശേഖരിക്കുന്നത്? സ്റ്റാർച്ച് അല്ലെങ്കിൽ അന്നജം. അടുത്തത് വാട്ട് ഈസ് ബയോലൂമിനസെൻസ്? എന്താണ് ജൈവദീപ്തി അല്ലെങ്കിൽ ഹൗ ഡു ഫയർഫ്ലൈസ് പ്രൊഡ്യൂസ് ലൈറ്റ്? എങ്ങനെയാണ് മിന്നാമിനുങ്ങ് പ്രകാശം പുറപ്പെടുവിക്കുന്നത്? അപ്പോൾ ഇങ്ങനെ 2 ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് ഈ ഒരു ആൻസർ എഴുതാൻ പറ്റും. The chemical luciferin absorbs ultraviolet rays with the help of the enzyme luciferase present in the body of fireflies and emits visible light. This phenomenon is known as bioluminescence. അതായത് മിന്നാമിനിങ്ങിന്റെ ശരീരത്തിൽ ലൂസിഫറൈസ് എന്ന എൻസൈം ഉണ്ട്. ഈ എൻസൈമിന്റെ സഹായത്തോടെ ലൂസിഫെറിൻ എന്ന ഒരു രാസവസ്തു ഉൽപ്പാദിപ്പിക്കപ്പെടും. ഈ രാസവസ്തു അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്ത് ദൃശ്യപ്രകാശം പുറത്തുവിടുന്നു. വിസിബിൾ ലൈറ്റിനെ എമിറ്റ് ചെയ്യുന്നു, അല്ലെ, പുറത്തുവിടുന്നു. ഈ പ്രതിഭാസമാണ് ജൈവദീപ്തി എന്നറിയപ്പെടുന്നത്. മനസ്സിലായോ? ദ കെമിക്കൽ ലൂസിഫെറിൻ എന്ന് പറയുന്ന കെമിക്കൽ അബ്സോർബ് അൾട്രാവയലറ്റ് റേസിനെ അബ്സോർബ് ചെയ്യുന്നു. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി എൻസൈം ലൂസിഫറൈസ്. ഏത് എൻസൈമിന്റെ സഹായത്തോടെ? ലൂസിഫറൈസ് എന്ന് പറയുന്ന ഒരു എൻസൈമിന്റെ സഹായത്തോടെ. ഈ എൻസൈം എവിടെയാണ് ഉള്ളത്? ഇൻ ദ ബോഡി ഓഫ് ഫയർഫ്ലൈസ്. ഈ മിന്നാമിനിങ്ങിന്റെ ബോഡിയിലാണ് ഉള്ളത്. ആൻഡ് എമിറ്റ്സ് വിസിബിൾ ലൈറ്റ്. എന്നിട്ട് അത് എന്ത് ചെയ്യുന്നു? വിസിബിൾ ലൈറ്റ് അല്ലെങ്കിൽ ദൃശ്യപ്രകാശത്തെ പുറത്തുവിടുന്നു. ദിസ് ഫിനോമിനൻ ഈസ് നോൺ ആസ് ബയോലൂമിനസെൻസ്. ഈ ഫിനോമിനാണ്, ഈ പ്രതിഭാസത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബയോലൂമിനസെൻസ് എന്ന് പറയുന്നത്. ഞാൻ പറയുന്നതിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ, ക്ഷമിക്കുക. ഈ ഒരു വേർഡ് പറയുന്നതിലാണ് കേട്ടോ. ഈ ജൈവദീപ്തിയുടെ ഇംഗ്ലീഷ് വേർഡ് ഉണ്ടല്ലോ, ബയോലൂമിനസെൻസ്, അത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ഫോട്ടോസിന്തസിസ് ലൈറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു. പ്രകാശ സംശ്ലേഷണത്തിൽ പ്രകാശോർജ്ജം ഏത് ഊർജ്ജമായിട്ടാണ് മാറുന്നത്? ഏത് ഊർജ്ജമായിട്ടാണ്? പ്രകാശ സംശ്ലേഷണത്തിൽ അബ്സോർബ് ചെയ്യുന്ന അല്ലെങ്കിൽ ആഗിരണം ചെയ്യുന്ന ഊർജ്ജ രൂപം എന്ന് പറയുന്നത് ലൈറ്റ് എനർജിയാണ്. ഈ ആഗിരണം ചെയ്യുന്ന ലൈറ്റ് എനർജി ഏത് എനർജി ഫോം ആയിട്ടാണ് കൺവേർട്ട് ആവുന്നത്? ഏത് ഊർജ്ജ രൂപമായിട്ടാണ് മാറുന്നത്? ആൻസർ രാസോർജം അല്ലെങ്കിൽ കെമിക്കൽ എനർജി. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ ഡ്രൈ സെൽ കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു. ഡ്രൈ സെല്ലിലെ രാസോർജം ഏത് ഊർജ്ജ രൂപമായി മാറുന്നു? വൈദ്യുതോർജ്ജമായി മാറുന്നു അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി. അടുത്ത വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇലക്ട്രോളിസിസ് ആൻഡ് ഇലക്ട്രോപ്ലേറ്റിംഗ്? വൈദ്യുത വിശ്ലേഷണവും വൈദ്യുത ലേപനവും തമ്മിലുള്ള വ്യത്യാസം. ആൻസർ ദ പ്രോസസ് ഓഫ് ഡിസോസിയേഷൻ ഓഫ് എ സബ്സ്റ്റൻസ് ബൈ അബ്സോർബിംഗ് ഇലക്ട്രിക്കൽ എനർജി ഈസ് നോൺ ആസ് ഇലക്ട്രോളിസിസ്. വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്ത് ഒരു പദാർത്ഥം വിഘടനത്തിന് ഡിസോസിയേഷൻ എന്ന് വെച്ചാൽ വിഘടനത്തിന് വിധേയമാകുന്ന രാസപ്രവർത്തനമാണ് വൈദ്യുത വിശ്ലേഷണം എന്നറിയപ്പെടുന്നത്. മനസ്സിലായല്ലോ? ഇനി എന്താണ് ഇലക്ട്രോപ്ലേറ്റിംഗ് അല്ലെങ്കിൽ വൈദ്യുത ലേപനം? കോട്ടിംഗ് എ മെറ്റൽ വിത്ത് അനദർ മെറ്റൽ. ഒരു മെറ്റലിനെ മറ്റൊരു മെറ്റൽ കൊണ്ട് കോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പൂശുന്ന. എങ്ങനെ? യൂസിങ് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ട് ഈസ് നോൺ ആസ് ഇലക്ട്രോപ്ലേറ്റിംഗ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോപ്ലേറ്റിംഗ് അല്ലെങ്കിൽ വൈദ്യുത ലേപനം. വൈദ്യുതി ഉപയോഗിച്ച് ലോഹവസ്തുക്കൾക്ക് മുകളിൽ മറ്റു ലോഹങ്ങളുടെ ആവരണം ഉണ്ടാക്കുന്ന പ്രവർത്തനമാണ് വൈദ്യുത ലേപനം എന്നറിയപ്പെടുന്നത്. അടുത്തത് ഡിഫൈൻ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ്. എന്താണ് വൈദ്യുത രാസപ്രവർത്തനങ്ങൾ? If electrical energy is absorbed or produced during a chemical reaction is known as an electrochemical reaction. അതായത് ഒരു രാസപ്രവർത്തനം സംഭവിക്കുമ്പോൾ അവിടെ ഇലക്ട്രിക്കൽ എനർജിയെ അബ്സോർബ് ചെയ്യുകയോ ആഗിരണം ചെയ്യുകയോ പ്രൊഡ്യൂസ് ചെയ്യുകയോ ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസിനെയാണ് നമ്മൾ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്.
രാസപ്രവർത്തനം നടക്കുമ്പോൾ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്യുകയോ ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് വൈദ്യുത രാസപ്രവർത്തനങ്ങൾ. അടുത്തത് ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇഫ് വി വാണ്ട് ടു ഇലക്ട്രോപ്ലേറ്റ് സിൽവർ ഓൺ ആൻ അയൺ റിംഗ്, നമുക്കൊരു ഇരുമ്പ് മോതിരത്തിൽ വെള്ളി പൂശണമെങ്കിൽ വാട്ട് ഡു വി യൂസ് ആസ് ദ പോസിറ്റീവ് ടെർമിനൽ, നമ്മൾ പോസിറ്റീവ് ടെർമിനൽ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? ആൻഡ് ദ നെഗറ്റീവ് ടെർമിനൽ, നമ്മൾ നെഗറ്റീവ് ടെർമിനൽ ആയിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? സിമിലർലി അതുപോലെ തന്നെ വാട്ട് ഷുഡ് ബി യൂസ് ആസ് ദ സൊല്യൂഷൻ ഹിയർ, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സൊല്യൂഷൻ, ഇലക്ട്രോപ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൊല്യൂഷൻ വേണമല്ലോ, ആ സൊല്യൂഷൻ ഏതാണ്? അടുത്തത് വിച്ച് എനർജി ഫോം ഈസ് യൂസ്ഡ് ഹിയർ, ഇവിടെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന എനർജി ഊർജ്ജ രൂപം ഏതാണ്? അതുപോലെ റൈറ്റ് ദ നെയിം ഓഫ് ദിസ് പ്രോസസ്, ഈ പ്രോസസ്സിന്റെ പേരെന്താണ്? ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ എഴുതണം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഒരു ഇരുമ്പ് മോതിരത്തിൽ വെള്ളി പൂശണമെങ്കിൽ നമ്മൾ പോസിറ്റീവ് ടെർമിനലായും നെഗറ്റീവ് ടെർമിനലായിട്ട് ഉപയോഗിക്കുന്നത് ഏതെല്ലാമാണ്? അതുപോലെ ഇവിടെ ലായനിയായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? ഇത് ഏത് ഊർജ്ജ രൂപമാണ് ഇവിടെ ഉപയോഗപ്പെടുത്തുന്നത്? ഈ പ്രവർത്തനത്തിന് പറയുന്ന പേരെന്താണ്? ആൻസർ നോക്കാം. പോസിറ്റീവ് ടെർമിനൽ, നമ്മൾ ഉപയോഗിക്കുന്ന പോസിറ്റീവ് ടെർമിനൽ ഏതാണ്? സിൽവർ. അതായത് നമ്മൾ ഏതാണോ പൂശേണ്ടത്, ഇപ്പോൾ അയൺ റിങ്ങിൽ വെള്ളിയാണ് പൂശിയുണ്ടെങ്കിൽ അവിടെ വെള്ളിയാണ് പോസിറ്റീവ് ടെർമിനലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം നെഗറ്റീവ് ടെർമിനൽ അയൺ റിംഗ് ആയിരിക്കും, ആ ഇരുമ്പ് മോതിരമായിരിക്കും. നമ്മൾ ഏതാണോ കോട്ട് ചെയ്യേണ്ടത് അത് നമ്മൾ പോസിറ്റീവ് ടെർമിനലായിട്ടും ഏതിലാണോ കോട്ട് ചെയ്യുന്നത് അത് നെഗറ്റീവ് ടെർമിനലായിട്ടുമാണ് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടുത്തെ പോസിറ്റീവ് ടെർമിനൽ സിൽവർ ആണ് നമുക്ക് പൂശേണ്ടത്, അപ്പോൾ സിൽവർ. ഇവിടുത്തെ നെഗറ്റീവ് ടെർമിനൽ ഏതിലാ പൂശുന്നത്? ഒരു ഇരുമ്പ് റിങ്ങിൽ അല്ലേ, അയൺ റിങ്ങിലാണ്. അപ്പോൾ അയൺ റിംഗ് ആണ് ഇവിടുത്തെ നെഗറ്റീവ് ടെർമിനൽ. മനസ്സിലായല്ലോ? ഇനി ഇവിടെ ഉപയോഗിക്കുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് പൂശേണ്ട അല്ലേ, നമ്മൾ ആ സിൽവർ ആണല്ലോ പോസിറ്റീവ് ടെർമിനലായിട്ട് ഉപയോഗിക്കുന്നത്. ഈ സിൽവറിന്റെ ഒരു മിക്സ്ചർ, സിൽവറിന്റെ ഒരു സൊല്യൂഷനാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് മിക്സ്ചർ ഓഫ് സിൽവർ സയനൈഡ് ആൻഡ് സോഡിയം സയനൈഡ്, സിൽവർ സയനൈഡിന്റെയും സോഡിയം സയനൈഡിന്റെയും ഒരു മിക്സ്ചറാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സൊല്യൂഷൻ. ഇനി ഇവിടെ ഏത് ഫോം ഓഫ് എനർജിയാണ് യൂസ് ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ എനർജി ആണ് നമ്മൾ ഇവിടെ ഉപയോഗപ്പെടുത്തുന്നത്. ഇനി ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്? ഇലക്ട്രോപ്ലേറ്റിംഗ് എന്നാണ് പറയുന്നത്. അപ്പം നോക്കിയോളൂ, മലയാളം മീഡിയം. പോസിറ്റീവ് ടെർമിനൽ വെള്ളി, നെഗറ്റീവ് ടെർമിനൽ ഇരുമ്പ് മോതിരം, ലായനി സിൽവർ സയനൈഡിന്റെയും സോഡിയം സയനൈഡിന്റെയും ഒരു മിശ്രിതം. ഇനി ഇവിടെ ഉപയോഗപ്പെടുത്തുന്ന ഊർജ്ജരൂപം വൈദ്യുതോർജ്ജം. ഈ പ്രവർത്തനത്തിന്റെ പേരെന്താണ്? വൈദ്യുത ലേപനം. ഇനി നമുക്ക് ഈ യൂണിറ്റിന്റെ ലെറ്റ്സ് സോൾവിംഗ് നോക്കാം. ഒന്നാമത്തത്, വാട്ട് ചേഞ്ചസ് ഇൻ ദ അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ഒക്കർ ഡ്യൂറിംഗ് ദ ഫോളോയിങ് സിറ്റുവേഷൻസ്. താഴെ ഒരു സിറ്റുവേഷൻസ്, കുറച്ച് സാഹചര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവിടെ നടക്കുന്ന പാർട്ടിക്കിൾസ് അറേഞ്ച്മെന്റിൽ എന്തൊക്കെ ചേഞ്ച് ആണ് ഉണ്ടാകുന്നതെന്ന് നമ്മൾ എഴുതാനുള്ളത്. അപ്പോൾ സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്? സോളിഡ് ചേഞ്ചസ് ടു ലിക്വിഡ്, ഇവിടെ നടക്കുന്ന പാർട്ടിക്കിൾ അറേഞ്ച്മെന്റ് എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് യൂണിറ്റിൽ. അടുത്തത് ലിക്വിഡ് ചേഞ്ചസ് ടു ഗ്യാസ്, ദ്രാവകം വാതകമാകുന്നു, ഇവിടെ നടക്കുന്ന പാർട്ടിക്കിൾ അറേഞ്ച്മെന്റ് എന്താണ്? ഗ്യാസ് ചേഞ്ചസ് ടു ലിക്വിഡ്, വാതകം ദ്രാവകമാകുന്നു, ഇവിടെ നടക്കുന്ന പാർട്ടിക്കിൾ അറേഞ്ച്മെന്റ് എന്താണ്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. പാർട്ടിക്കിൾ അറേഞ്ച്മെന്റ് എന്ന് വെച്ചാൽ കണികാ ക്രമീകരണത്തിൽ അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണെന്നുള്ളത്. ഖരം ദ്രാവകമാകുന്നു, ദ്രാവകം വാതകമാകുന്നു, വാതകം ദ്രാവകമാകുന്നു. നമുക്ക് നോക്കാം. സോളിഡ് ചേഞ്ചസ് ടു ലിക്വിഡ്, ഒന്നാമത്തത് സോളിഡ് ലിക്വിഡായി മാറുന്നു, അതായത് ഖരം ദ്രാവകമാകുന്നു. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഇൻക്രീസസ്. ഇവിടെ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നു. ഖരത്തിലാണ് ഏറ്റവും കൂടുതൽ അടുങ്ങി പാർട്ടിക്കിൾസ് ഇരിക്കുന്നത്. വളരെ അധികം ഭയങ്കരമായിട്ട് അടുക്കി വെച്ചേക്കുന്നത് ഏതിലാണ്? ഖരത്തിൽ, അതല്ലെങ്കിൽ സോളിഡിലാണ്. അപ്പോൾ ഖരം ദ്രാവകമാകുമ്പോൾ, സോളിഡ് ലിക്വിഡ് ആകുമ്പോൾ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു, വർദ്ധിക്കുന്നു. സോ ദെയർ മൂവ്മെന്റ് ആൾസോ ഇൻക്രീസ്. അപ്പോൾ അവയുടെ മൂവ്മെന്റും എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ഇനി രണ്ടാമത്തത്, ലിക്വിഡ് ചേഞ്ചസ് ടു ഗ്യാസ്. ലിക്വിഡ് എന്തായി മാറുന്നു? ഗ്യാസ് ആയി മാറുന്നു. ദ്രാവകം വാതകമാകുന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഇൻക്രീസസ്. ഇവിടെയും പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. കാരണം ലിക്വിഡ് ഫോമിലുള്ള ഒരെണ്ണം ഗ്യാസിലോട്ടല്ലേ ഫോം മാറുന്നത്, അല്ലെങ്കിൽ ദ്രാവകം വാതകമാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ പാർട്ടിക്കിൾസിന്റെ തമ്മിലുള്ള അകലം എന്ത് ചെയ്യുന്നു? കൂടുന്നു. സോ ദെയർ മൂവ്മെന്റ് ആൾസോ, അപ്പോൾ അവയുടെ മൂവ്മെന്റും ഇൻക്രീസ് ചെയ്യുന്നു. പാർട്ടിക്കിൾസ് തമ്മിലുള്ള അകലം കൂടുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാം അല്ലേ. അടുത്ത മൂന്നാമത്തത്, ഗ്യാസ് ചേഞ്ചസ് ടു ലിക്വിഡ്. ഗ്യാസ് ലിക്വിഡായി മാറുന്നു അല്ലേ, വാതകം ദ്രാവകമാകുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? പാർട്ടിക്കിൾസ് കുറെ കൂടെ അടുങ്ങി വന്നിരിക്കും അല്ലേ. അപ്പോൾ അവിടെ എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഡിക്രീസസ്. പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ആവുന്നു. സോ ദെയർ മൂവ്മെന്റ് ആൾസോ
ഡിക്രീസസ്. അപ്പോൾ അവ തമ്മിലുള്ള മൂവ്മെൻറ്റും എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ആകുന്നു. ഖരം ദ്രാവകമാകുന്നു. കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? അവയുടെ ചലനവേഗത കൂടുന്നു. ചലനവേഗതയും കൂടുന്നു. അടുത്ത ദ്രാവകം വാതകമാകുന്നു. കണികകൾ തമ്മിലുള്ള അകലം എന്ത് ചെയ്യുന്നു? കൂടുന്നു. ചലനവേഗതയും കൂടുന്നു. വാതകം ദ്രാവകമാകുന്നു. അവിടെ എന്താ സംഭവിക്കുന്നത്? കണികകൾ തമ്മിലുള്ള അകലം കുറയുന്നു, ചലനവേഗത കുറയുന്നു. ഇനി ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടെ. ഇനി ഖരം വാതകമാകുന്നു. സോളിഡ് ചേഞ്ചസ് ടു ഗ്യാസ്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? കമൻറ്റ് ചെയ്യണം കേട്ടോ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഇൻക്രീസസ് ഓർ ഡിക്രീസസ്, അങ്ങനെ മാത്രം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഇൻക്രീസ് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു, ഡിക്രീസ് അല്ലെങ്കിൽ ഇൻക്രീസ്, അങ്ങനെ മാത്രം കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ മെയിൻ ഫോം ഓഫ് എനർജി ലിബറേറ്റഡ് ഓർ അബ്സോർബ്ഡ് ഡ്യൂറിങ് ദ ഗിവൺ റിയാക്ഷൻ? തന്നിരിക്കുന്ന ഒരു റിയാക്ഷനിൽ ലിബറേറ്റ് ചെയ്യുകയോ അബ്സോർബ് ചെയ്യുകയോ ചെയ്യുന്ന പ്രധാനപ്പെട്ട എനർജി ഫോം ഏതാണ്? റൈറ്റ് ദ ടൈപ്പ് ഓഫ് ഈച്ച് ഓഫ് ദീസ് കെമിക്കൽ റിയാക്ഷൻ. ഇത് ഏത് തരം കെമിക്കൽ റിയാക്ഷൻ ആണെന്നും എഴുതണം. അപ്പോൾ അതവിടെ 5 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്നാമത്തത്. അപ്പോൾ നമുക്കിത് ഓരോന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആൻസേഴ്സും എഴുതി പോകാം അല്ലേ. ഒന്നാമത്തെ നോക്കിയുള്ളൂ. അമോണിയം ക്ലോറൈഡ് ആൻഡ് ബേരിയം ഹൈഡ്രോക്സൈഡ് റിയാക്ട്. അമോണിയം ക്ലോറൈഡും ബേരിയം ഹൈഡ്രോക്സൈഡും തമ്മിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ അവിടെ ലിബറേറ്റ് ചെയ്യുകയോ അബ്സോർബ് ചെയ്യുകയോ ചെയ്യുന്ന എനർജി ഫോം ഏതാണ്? പിന്നെ എന്താ ക്വസ്റ്റ്യൻ? ഇത് ഏത് തരം കെമിക്കൽ റിയാക്ഷൻ ആണ്? അതും നമ്മൾ എഴുതണം. അപ്പോൾ അവിടെ ലിബറേറ്റ് ചെയ്യുന്ന എനർജി ഫോം ഏതാണ്? ഏത് തരം കെമിക്കൽ റിയാക്ഷൻ ആണ്? ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഹീറ്റ് എനർജി എന്ത് ചെയ്യുന്നു? അബ്സോർബ് ചെയ്യുന്നു. ഈ ഒരു റിയാക്ഷനിൽ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുകയോ ലിബറേറ്റ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അത് ഏത് ടൈപ്പിലുള്ള റിയാക്ഷൻ ആണ്? തെർമോ കെമിക്കൽ റിയാക്ഷൻ ആണ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ദിസ് ഈസ് എ തെർമോ കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ ഹീറ്റ് എനർജി ഇവിടെ അബ്സോർബാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ദിസ് ഈസ് എ തെർമോ കെമിക്കൽ റിയാക്ഷൻ. താപോർജ്ജം ആഗിരണം ചെയ്യുന്നു. അതിനാൽ ഇതൊരു താപരാസ പ്രവർത്തനമാണ്. അടുത്ത ക്വസ്റ്റ്യനെ, കോട്ടിംഗ് ആൻ അയൺ ബാങ്കിൾ വിത്ത് കോപ്പർ. ഒരു കോപ്പർ ഉപയോഗിച്ച് ഇരുമ്പ് വളയിൽ പൂശുന്നു. കോപ്പർ ഒരു ഇരുമ്പ് വളയിൽ പൂശുന്നു. അപ്പോൾ ഇത് ഏത് ടൈപ്പിലുള്ള റിയാക്ഷനാണ്? കെമിക്കൽ റിയാക്ഷനാണ്. ഇതെന്ന് പറയുന്നത് ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രിസിറ്റി അബ്സോർബ് ചെയ്യുന്നു അല്ലെ. വൈദ്യുതോർജ്ജത്തെ എന്ത് ചെയ്യുന്നു? ആഗിരണം ചെയ്യുന്നു. അതുകൊണ്ട് ദിസ് ഈസ് ആൻ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ. ഇതൊരു ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ ആണ്. അപ്പോൾ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്യുന്നു. അതിനാൽ ഇതൊരു വൈദ്യുതരാസ പ്രവർത്തനമാണ്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, ടെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത്. അടുത്തത് ഗ്ലോയിങ് ഓഫ് ഫയർഫ്ലൈ. നമ്മുടെ മിന്നാമിനുങ്ങ് ഗ്ലോ ചെയ്യുന്നത് അല്ലേ, മിന്നാമിനുങ്ങ് മിന്നുന്നത്. അത് ഏത് ടൈപ്പിലുള്ള റിയാക്ഷനാണ്? ലൈറ്റ് എനർജി ഈസ് ലിബറേറ്റഡ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ലൈറ്റ് എനർജി ലിബറേറ്റ് ചെയ്യുന്നു അല്ലേ. അതായത് മിന്നാമിനിങ്ങിന്റെ ശരീരത്തിൽ നിന്ന് പ്രകാശം പുറത്തേക്ക് വരികയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ലൈറ്റ് എനർജി അവിടെ ലിബറേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ഇതെന്താണ്? ദിസ് ഈസ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ അല്ലേ. ഇതൊരു ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ ആണ്. പ്രകാശോർജ്ജം പുറത്തുവിടുന്നു. അതിനാൽ ഇതൊരു പ്രകാശരാസ പ്രവർത്തനമാണ്. അടുത്തത് ഡീകമ്പോസിഷൻ ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ ഡീകമ്പോസിഷൻ അല്ലെങ്കിൽ വിഘടനം. പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ വിഘടനം. ഇത് ഏത് ടൈപ്പ് റിയാക്ഷൻ ആണ്? ഹീറ്റ് എനർജി ഈസ് അബ്സോർബ്ഡ്. ഇവിടെ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നു. അതിനാൽ ഇതൊരു എന്താണ്? തെർമോ കെമിക്കൽ റിയാക്ഷൻ ആണ് അല്ലേ. താപോർജ്ജം ആഗിരണം ചെയ്യുന്നു. അതിനാൽ ഇതൊരു താപരാസ പ്രവർത്തനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലൈറ്റിംഗ് ആൻ LED യൂസിങ് ലെമൺസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ നാരങ്ങ ഉപയോഗിച്ച് നമ്മൾ LED കത്തിക്കുന്നു. അത് ഏത് ടൈപ്പിലുള്ള റിയാക്ഷൻ ആണ്? ഇലക്ട്രിക്കൽ എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അത് ഏത് ടൈപ്പ് റിയാക്ഷൻ ആണ്? ദിസ് ഈസ് എ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ. അതുകൊണ്ട് ഇതെന്താണ്? ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ ആണ്. വൈദ്യുതോർജ്ജം ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നു. അതിനാൽ ഇതൊരു വൈദ്യുത രാസ പ്രവർത്തനമാണ്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഹീറ്റ് സം ക്രിസ്റ്റൽസ് ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇൻ എ ഡ്രൈ ടെസ്റ്റ് ട്യൂബ്. ഒരു ഡ്രൈ ആയിട്ടുള്ള ടെസ്റ്റ് ട്യൂബ് എടുക്കുക. അതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ എന്ത് ചെയ്യണം? ചൂടാക്കണം. ബ്രിങ് എ ബേണിംഗ് ഇൻസെൻസ് സ്റ്റിക്ക് നിയർ ദ മൗത്ത് ഓഫ് ദി ടെസ്റ്റ് ട്യൂബ്. ടെസ്റ്റ് ട്യൂബിൻ്റെ മൗത്തിൽ, അതായത് ടെസ്റ്റ് ട്യൂബിൻ്റെ വായ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ബേണിംഗ് ഇൻസെൻസ് എന്ന് വെച്ചാൽ ഇൻസെൻസ് സ്റ്റിക്ക് എന്ന് വെച്ചാൽ എരിയുന്ന ഒരു ചന്ദനത്തിരി കൊണ്ടുവരിക. വാട്ട് ഡു യു ഒബ്സർവ്? നിങ്ങൾ എന്താണ് നിരീക്ഷിക്കുന്നത്? വിച്ച് ഈസ് ദ ഗേഷ്യസ് പ്രോഡക്റ്റ് ഫോംഡ്? അവിടെ ഉണ്ടാകുന്ന ഗേഷ്യസ് പ്രോഡക്റ്റ് ഏതാണ്? വിച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഈസ് ദിസ്? ഇത് ഏത് തരം രാസപ്രവർത്തനമാണ്? സെയിം ടെസ്റ്റിലുണ്ട്, നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ആൻസർ എഴുതിയിട്ടുണ്ട്. നമുക്കിവിടെ ആൻസർ എന്നാലും ഒന്നും കൂടെ എഴുതാം.
എന്താണ് ഇൻസെൻസ് സ്റ്റിക്ക് ബേൺ മോർ ബ്രൈറ്റ്ലി. ഏയുടെ ആൻസർ ആണ് കേട്ടോ. എന്താണ് ആ ചന്ദനത്തിരി മൗത്ത് പോർഷനിൽ കൊണ്ടുവന്നാൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. എന്താണ് ഇൻസെൻസ് സ്റ്റിക്ക് അല്ലെങ്കിൽ ചന്ദനത്തിരി എന്ത് ചെയ്യുന്നു? ബേൺ മോർ ബ്രൈറ്റ്ലി, നല്ല ശോഭയോടെ കത്തുന്നു. ഇനി അവിടെ പ്രൊഡ്യൂസായ വാതകം ഏതാണ്? ഗ്യാസ് ഏതാണ്? ഓക്സിജൻ. അവിടെ എന്താണ് പ്രൊഡ്യൂസ് ചെയ്തത്? ഓക്സിജൻ. അപ്പോൾ ഈ ഓക്സിജൻ എന്ന് പറയുന്നത് കത്താൻ സഹായിക്കുന്ന ഒരു വാതകമാണ്, ജ്വലനത്തിന് സഹായിക്കുന്ന ഒരു വാതകമാണ്. അതുകൊണ്ടാണ് ചന്ദനത്തിരി കൂടുതൽ നന്നായിട്ട് കത്തിയത്. ഇനി ഇത് ഏത് ടൈപ്പ് റിയാക്ഷനാണ്? ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ അവിടെ നടക്കുന്നത് എൻഡോതേർമിക് റിയാക്ഷനാണ്. എന്ന് വെച്ചാൽ അവിടെ ഹീറ്റ് എനർജിയെ അബ്സോർബ് ചെയ്യുന്നു. അതുകൊണ്ടാണ് അത് എൻഡോതേർമിക് റിയാക്ഷൻ ആണെന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എൻഡോതെർമിക്, എക്സോതെർമിക് എങ്ങനെ 2 കാറ്റഗറി ഉണ്ട്. ഇതിനെ രണ്ടിനെയും കൂടെ കൂട്ടി നമ്മൾ തെർമോകെമിക്കൽ റിയാക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് തെർമോകെമിക്കൽ റിയാക്ഷൻ എന്നും പറയാം അല്ലെ. ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുകയോ ലിബറേറ്റ് ചെയ്യുകയോ ചെയ്യുന്ന റിയാക്ഷൻസ് ആണ് തെർമോകെമിക്കൽ റിയാക്ഷൻ. ഇവിടെ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നു, അതുകൊണ്ട് നമ്മൾ എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് എഴുതി. അല്ലെങ്കിൽ തെർമോകെമിക്കൽ റിയാക്ഷൻ എന്ന് എഴുതിയാലും മതി കേട്ടോ. ഇനി ചന്ദനത്തിരി കൂടുതൽ ശോഭയോടെ കത്തുന്നു. ബി ആൻസർ ഓക്സിജൻ. സി ആൻസർ എന്താണ്? താപാകിരണ പ്രവർത്തനം. എൻഡോതേർമിക് റിയാക്ഷന്റെ മലയാളമാണ് താപാകിരണ പ്രവർത്തനം അല്ലെങ്കിൽ താപരാസ പ്രവർത്തനം. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യനെ, എ വൈറ്റ് ക്ലോത്ത് ഡിപ്ഡ് ഇൻ സിൽവർ നൈട്രേറ്റ് ഡാർക്കൺസ് വെൻ ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻ സൺലൈറ്റ്. അതായത് ഒരു സിൽവർ നൈട്രേറ്റിൽ മുക്കി വെളുത്ത് വെച്ച വെളുത്ത തുണി കറുത്തു പോകുന്നു. അതിൽ എ ബി 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഏതാണ് എ ക്വസ്റ്റ്യൻ? വിച്ച് ഫോം ഓഫ് എനർജി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് കെമിക്കൽ ചേഞ്ച്? ഈ ഒരു കെമിക്കൽ ചേഞ്ചിന് അല്ലെങ്കിൽ ഇവിടെ നടന്ന രാസമാറ്റത്തിന് കാരണമായത് ഏത് ഫോം ഓഫ് എനർജി, ഏത് ഊർജ്ജ രൂപമാണ്? ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ജനറൽ നെയിം ഫോർ ദിസ് ടൈപ്പ് ഓഫ് റിയാക്ഷൻ? ഇത്തരത്തിലുള്ള റിയാക്ഷന്റെ ജനറൽ ഫോം അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള പേര് എന്താണ്? അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് എ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആദ്യം എഴുതാം. ആൻസർ ലൈറ്റ് എനർജി. അവിടെ ഏതാണ്? ലൈറ്റ് എനർജിയാണ്. കാരണം നമ്മുടെ സിൽവർ നൈട്രേറ്റിൽ മുക്കിയ ആ വൈറ്റ് ക്ലോത്ത് നമ്മൾ ലൈറ്റിൻ്റെ സാന്നിധ്യത്തിൽ വയ്ക്കുമ്പോഴാണ് അതിൻ്റെ കളറ് ഇരുണ്ടു പോകുന്നത്. അപ്പോൾ അവിടെ ഏത് ഊർജ്ജരൂപമാണ് പ്രവർത്തിച്ചത്? ലൈറ്റ് എനർജി അല്ലെങ്കിൽ പ്രകാശോർജ്ജം. അപ്പോൾ ലൈറ്റ് എനർജി അവിടെ എന്ത് ചെയ്യുന്നു? അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള രാസപ്രവർത്തനം നമ്മൾ എന്ത് കെമിക്കൽ റിയാക്ഷൻ എന്നാണ് പറയുന്നത്? ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ പ്രകാശ രാസപ്രവർത്തനം എന്നാണ് പറയുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യനെ, സോഡിയം മെറ്റൽ റിയാക്ട്സ് വിത്ത് വാട്ടർ ടു ഗീവ് ന്യൂ സബ്സ്റ്റൻസസ്. ഈ സോഡിയം മെറ്റൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് പുതിയ സബ്സ്റ്റൻസ് നമുക്ക് നൽകുന്നു. വിച്ച് ആർ ദ റിയാക്ടൻസ് ഇൻ ദി റിയാക്ഷൻ? ഈ റിയാക്ഷനിലെ റിയാക്ടൻസ് ഏതൊക്കെയാണ്? അഭികാരകങ്ങൾ ഏതെല്ലാമാണ്? വിച്ച് ആർ ദ പ്രോഡക്ട്സ് ഫോംഡ്? ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ്, ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ്? നോക്കാം നമുക്ക്. ഇവിടെ ആരൊക്കെയാണ് തമ്മിൽ പ്രവർത്തിക്കുന്നത്? സോഡിയം എന്ന് പറയുന്ന ആ ഒരു മെറ്റലും ജലവുമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ അഭികാരകങ്ങൾ അല്ലെങ്കിൽ റിയാക്ടൻസ് എന്ന് പറയുന്നത് സോഡിയം ആൻഡ് വാട്ടർ അല്ലെങ്കിൽ സോഡിയം ജലവും. ഇനി ഇവിടെ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പ്രോഡക്ട്സ് എന്തൊക്കെയാണ്? സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജനുമാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഏതൊക്കെയാണ്? സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജനും. അപ്പോൾ ഇവിടുത്തെ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ലെറ്റസ് അസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാർട്ട് വീഡിയോയോട് കൂടി കെമിസ്ട്രി ഓഫ് ചേഞ്ചസ് എന്ന് പറഞ്ഞ യൂണിറ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയും ഇതിൻ്റെ അകത്തുള്ള നോട്ട്സും ടെക്സ്റ്റ് എക്സ്പ്ലനേഷനും ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്